കഥ ഡോക്ടർ പ്രഭാകരൻ പഴശ്ശിയുടെ നനഞ്ഞ ചാക്കുകെട്ട്. അർദ്ധരാത്രിയോടടുത്തിരിക്കുന്നു. ജസ്റ്റിനും കുഞ്ഞിരാമനും നഗരത്തിലൂടെ മോട്ടോർ സൈക്കിളിൽ പോവുകയാണ്. വിൽസന്റെ തുണിമില്ലിനടുത്തുള്ള ഗോഡൌണിൽ ആളും വെളിച്ചവും കണ്ടു. പണ്ടേ കള്ളക്കടത്തിന്റെ കേന്ദ്രമാണത്. പെട്ടെന്ന് ഒരു വാൻ വന്നു നിന്നു. അത് ഗേറ്റ് കടന്ന് ഗോഡൌണിലേക്ക് കയറി. ഭാർഗവന്റെ കാർ ഗേറ്റിൽ നിന്ന് കുറച്ചകലെ പാർക്ക് ചെയ്തിട്ടുണ്ട്. 2 വില്ലന്മാരും അകത്തു കാണും. ഒന്ന് കേറി നോക്കിയാലോ കുഞ്ഞിരാമ? പുലിമടയിൽ തലയിടണോ ജസ്റ്റിൻ? സാരമില്ല, പുലിയെ കിട്ടിയാൽ കാഴ്ച ബംഗ്ലാവിൽ കൊടുക്കാം. അഴിക്കുള്ളിൽ കിടക്കട്ടെ കുറച്ചുകാലം. മോട്ടോർ സൈക്കിൾ കുറച്ചകലെ നിർത്തി ജസ്റ്റിനും കുഞ്ഞിരാമനും ഗോഡൌണിന്റെ നേർക്ക് വന്നു. പതുങ്ങി മതിലിനകത്തു കയറിപ്പറ്റി. ഇരുട്ടിന്റെ മറപിടിച്ച് വാനിന്റെ സമീപത്തെത്തി. വാനിൽ നിറക്കുന്നത് ഒരു പെട്ടിയാണ്. വിൽസനും ഭാർഗവനും അനാഥാലയത്തിന്റെ മാനേജറും ചുറ്റുമുണ്ട്. ഈ വാനും പെട്ടിയും ചിലപ്പോൾ അനാഥാലയത്തിലും വരാറുണ്ട്, ജസ്റ്റിൻ മന്ത്രിച്ചു. അതും കള്ളക്കടത്തിന്റെ കേന്ദ്രമാക്കാനായിരുന്നു പരിപാടി, കുഞ്ഞിരാമൻ പതുക്കെ പറഞ്ഞു. ഇനി അത് നടപ്പില്ലല്ലോ. പെട്ടി മുറിക്കകത്തേക്ക് കൊണ്ടുപോയി. 3 പേരും പിന്നാലെ കയറിപ്പോയി. 5-6 തടിമാടന്മാർ കാവൽ നിൽക്കുന്നു. അവരെങ്ങാൻ കണ്ടുപോയാൽ ജസ്റ്റിന്റെ ഉള്ളൊന്നു കാളി. സ്വർണ ബിസ്ക്കറ്റുകൾ. കുഞ്ഞിരാമനും ആ കാഴ്ച കണ്ടു. അവരുടെ കണ്ണുവെട്ടിച്ച് ജസ്റ്റിനും കുഞ്ഞിരാമനും ജനലിനടുത്തെത്തി. ജനലിന്റെ വിടവിലൂടെ ജസ്റ്റിൻ ഒളിഞ്ഞു നോക്കി. മാനേജർ പെട്ടി കുത്തിപ്പൊളിക്കുന്നു. വിൽസനും ഭാർഗവനും പെട്ടി തുറക്കാൻ കാത്തു നിൽക്കുന്നു. പെട്ടി തുറന്നു. വിൽസൺ അതിൽ കൈയിട്ടു. വാരിയെടുക്കുന്നത് ബിസ്ക്കറ്റുകളാണ്. വെറും ബിസ്ക്കറ്റുകളല്ല, സ്വർണ ബിസ്ക്കറ്റുകൾ. കുഞ്ഞിരാമനും ആ കാഴ്ച കണ്ടു. കുഞ്ഞിരാമ, നീ പോലീസിൽ അറിയിക്കണം. പിടികൂടിയാൽ കമ്മീഷൻ കിട്ടും. അതും പീസ് ഹോമിനിരിക്കട്ടെ. കുഞ്ഞിരാമൻ പുറപ്പെട്ടു. ഞാൻ ഇവരുടെ ചലനങ്ങൾ ശ്രദ്ധിക്കാം. അഥവാ പിടിക്കപ്പെട്ടാൽ നീ എൻ്റെ സഹായത്തിനെത്തണം, ജസ്റ്റിൻ ഓർമ്മിപ്പിച്ചു. കുഞ്ഞിരാമൻ പോകാനായി തിരിഞ്ഞതാണ്. പെട്ടെന്ന് 2 കൈകൾ അവന്റെ മുതുകിൽ വന്നു വീണു. അറിയാതെ അവൻ നിലത്തുനിന്ന് 2 അടി പൊങ്ങിപ്പോയി. നോക്കുമ്പോൾ ജസ്റ്റിനും പിടിയിലായിട്ടുണ്ട്. 2 തടിമാടന്മാർ പുഷ്പം പോലെ 2 ആളെയും പൊക്കിയെടുത്തിരിക്കുന്നു. അവരെ മുറിയിലേക്ക് കൊണ്ടുപോകാനുള്ള പുറപ്പാടാണ്. കുഞ്ഞിരാമനെ പിടികൂടിയ തടിയന് കൊമ്പൻ മീശയുണ്ടായിരുന്നു, വലിയ കപ്പടാ മീശ. കുഞ്ഞിരാമൻ പെട്ടെന്ന് അയാളുടെ മീശയിൽ കയറി ഒരു പിടി. മീശയുടെ അറ്റം അയാളുടെ തന്നെ മൂക്കിൽ കുത്തിക്കയറ്റി. അന്തം വിട്ടുപോയ തടിയൻ അറിയാതെ കൈയൊന്ന് അയച്ചു. കുഞ്ഞിരാമൻ ഈ തക്കം നോക്കി ഒരൊറ്റ ഓട്ടം. എവിടേക്കാണവൻ ഓടിയതെന്ന് ആരും കണ്ടില്ല. ഒരു മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം മാത്രം കേട്ടു. ജസ്റ്റിനെ അവർ വലിച്ചിഴച്ചു മുറിയിലേക്ക് കൊണ്ടുവന്നു. ഭാർഗവൻ പൊട്ടിച്ചിരിച്ചു. ഓഹോ, ഇവൻ ഇവിടെയും എത്തിയോ? സിംഹത്തിനെ ഗുഹയിൽ വന്നു പിടിക്കാമെന്ന് കരുതിയല്ലേ? ഇന്ന് നീ രക്ഷപ്പെടില്ല. ജസ്റ്റിനും അങ്ങനെ തന്നെ തോന്നിപ്പോയി. ചുറ്റും വിൽസൺ, ഭാർഗവൻ, മാനേജർ, 5-6 തടിയന്മാർ. ഇവരുടെ ഇടയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ജസ്റ്റിനെ അവർ മുറിയിലുള്ള ജനൽ കമ്പിയോട് ചേർത്തു കെട്ടി. ചാട്ടവാറും ചൂരൽ വടിയും വന്നു. വിൽസനും ഭാർഗവനും മർദ്ദനമുറകൾ ഉദ്ഘാടനം ചെയ്തു. അതിനു പുറകെ തടിമാടന്മാർ. അടികൊണ്ട് ജസ്റ്റിന്റെ കൈയും കാലും മുറിഞ്ഞു. ശരീരം മുഴുവൻ നീറിപ്പുകഞ്ഞു. പെട്ടെന്ന് അയാൾ കുഴഞ്ഞു വീണു. അയാൾ മരിച്ചുപോയോ? ഉടൻ കെട്ടഴിച്ചു. വെട്ടിയിട്ട ചക്ക പോലെ ജസ്റ്റിൻ നിലത്ത് വീണു. ഒരാൾ മൂക്കിനു മുന്നിൽ കൈവച്ചു. ശ്വാസമില്ല. മറ്റൊരാൾ നാഡി പിടിച്ചു നോക്കി. നാഡീസ്പന്ദനമില്ല. പക്ഷേ ജസ്റ്റിനെല്ലാം ശ്രദ്ധിച്ച് കണ്ണുമടച്ച് കിടക്കുകയാണ്. നാഡിയുടെ ചലനം വേണമെങ്കിൽ കുറച്ചു നേരത്തേക്ക് നിർത്താം. അതിനുള്ള സൂത്രവിദ്യ അയാൾ അപ്പൂപ്പനിൽ നിന്ന് പഠിച്ചിരുന്നു. എന്നിട്ടും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ചത്തുകിടന്നാലും ജസ്റ്റിൻ സൂത്രമൊപ്പിക്കും.
മുതലാളിമാർക്കറിയാം അവന്റെ ജീവൻ പോയ പോലെ തിരിച്ചു വന്നെന്ന് വരും. അതുകൊണ്ട് ഇവനെ കടലിൽ വലിച്ചെറിയണം. സ്വന്തം കൈകൊണ്ട് തന്നെ അത് ചെയ്യണം. വിൽസണും ഭാർഗവനും തീരുമാനിച്ചു. എങ്കിലേ ഈ ബാധ ഒഴിഞ്ഞെന്ന് വിശ്വസിക്കാൻ കഴിയൂ. അവരവനെ ചാക്കിൽ പൊതിഞ്ഞുകെട്ടി കാറിന്റെ ഡിക്കിയിൽ കൊണ്ടു ചെന്നിട്ടു. ഭാർഗവനും വിൽസണും കാറിൽ കയറി. മാനേജർ ബിസ്കറ്റിനു കാവലിരുന്നു. കാർ കടൽക്കരയിലേക്കു പാഞ്ഞുപോയി. കടൽപ്പാലത്തിന്റെ മുകളിലൂടെ കാർ പതുക്കെ പിന്നോട്ടു നീങ്ങി. അറ്റത്തെത്താറായപ്പോൾ നിന്നു. വിൽസണും ഭാർഗവനും തന്നെയാണ് ചാക്കുകെട്ട് വലിച്ചു പുറത്തിട്ടത്. രണ്ടുപേരും കൂടി മുറുക്കി പിടിച്ച് അത് കടലിലേക്ക് വീശിയെറിഞ്ഞു. ഒരു ശബ്ദത്തോടെ ചാക്ക് വെള്ളത്തിൽ ചെന്നു വീണു. ഇനി അവന്റെ ശല്യമുണ്ടാവില്ല, അവർ വിശ്വസിച്ചു. ഭാർഗവനും വിൽസണും ഒരു ബാറിൽ കയറി നന്നായി മദ്യപിച്ചു. ജസ്റ്റിനെ കൊന്ന് ശവം വലിച്ചെറിഞ്ഞതിനുള്ള ആഘോഷമാണ്. അല്ല, മജീഷ്യനെ പെട്ടിയിലിട്ട് പൂട്ടി കടലിൽ തള്ളുന്ന ഒരു മാജിക് ഇല്ലേ? വിൽസണ് സംശയമായി. എന്താണത്? ഭാർഗവൻ ചോദിച്ചു. വിൽസൺ വിശദീകരിച്ചു. മാജിക്കുകാരനെ ഒരു പെട്ടിയിലിട്ട് പൂട്ടുന്നു. താക്കോൽ കളക്ടറോ DSPയോ സൂക്ഷിക്കും. ഒരാന വന്ന് പെട്ടി വെള്ളത്തിലെടുത്തിടുന്നു. അപ്പോൾ അതേ സമയത്ത് വെള്ളത്തിലിട്ട മജീഷ്യൻ കളക്ടറുടെ ഓഫീസിലോ ടൗൺ ഹാളിലോ പ്രത്യക്ഷപ്പെടുന്നു. ഈ മാജിക് ജസ്റ്റിൻ പഠിച്ചു കാണുമോ? ഭാർഗവൻ ചിരിച്ചു. താൻ പേടിത്തൊണ്ടനാണ്. അത് ട്രിക്കല്ലേ? ഇതങ്ങനെയല്ല. ശ്വാസമില്ല, നാഡിമിടിപ്പില്ല. ചാക്കിൽ പൊതിഞ്ഞുകെട്ടി നമ്മൾ തന്നെ വെള്ളത്തിലിട്ടു. പിന്നെന്തിനു പേടിക്കണം? അവർ പിന്നീട് ഗോഡൌണിലേക്ക് പോയി. പങ്കുകച്ചവടത്തിന്റെ വീതവും എടുത്തു മടങ്ങണം. വിൽസനുള്ളത് വിൽസന്, ഭാർഗവന്റെ ഓഹരി ഭാർഗവന്, മാനേജർക്കുള്ള കമ്മീഷൻ വേറെ. തടിയന്മാർക്ക് കള്ളു കുടിക്കാൻ പ്രത്യേകം കൊടുക്കണം. ഗോഡൌണിനടുത്തെത്തി. റോഡിൽ പോലീസ് വാഹനങ്ങൾ. അകത്താണ് എല്ലാവരും. അവർ മാനേജരെയും മറ്റും പിടികൂടി കഴിഞ്ഞു. ഭാർഗവനും വിൽസനും വണ്ടി നിർത്താതെ ഓടിച്ചുപോയി. ഭയങ്കര നഷ്ടമാണ് പറ്റിയത്. പിടിയിലായവർ തങ്ങളുടെ പേര് പോലീസിന് കൊടുക്കുമോ? ഭാർഗവൻ സംശയിച്ചു. എന്റെ ഗോഡൌണല്ലേ, എന്നെ പോലീസ് പിടിക്കുമോ? വിൽസന് പേടിയായി. കാവലില്ലാത്ത ഗോഡൌണല്ലേ, രാത്രിയും താൻ ഇതൊന്നും അറിഞ്ഞില്ലെന്ന് പറയണം, ഭാർഗവൻ ആശ്വസിപ്പിച്ചു. എന്തായാലും ഭയങ്കര അടിയായിപ്പോയി. ഭാർഗവൻ വീട്ടിലെത്തിയപ്പോൾ ആകെ വിയർത്തു കുളിച്ചിരുന്നു. അയാൾ കാറിൽ നിന്നിറങ്ങി കോളിംഗ് ബെല്ലടിച്ചു. ഭാര്യയാണ് വാതിൽ തുറന്നത്. അയാൾ അകത്തു കടന്നു. അപ്പോൾ ഭാര്യ ചോദിച്ചു, എന്താ വിയർക്കുന്നത്? ഒന്നുമില്ല. വല്ല കുഴപ്പവും? അവർ വീണ്ടും ചോദിച്ചു. ഭാർഗവൻ മറുപടി പറഞ്ഞു. ചോറ് വിളമ്പട്ടെ? വേണ്ട, ഒരു കപ്പ് ചായ മതി, നല്ല കടുപ്പം വേണം. ഭാർഗവൻ മുകളിലത്തെ നിലയിലേക്ക് കയറിപ്പോയി. ബെഡ്റൂം തുറന്ന് ലൈറ്റിട്ടു. കുപ്പായം വലിച്ചൂരി എറിഞ്ഞു. ഒന്ന് കിടക്കണം, ആകെ ക്ഷീണിച്ചു പോയിരിക്കുന്നു. ഭാർഗവൻ കിടക്കയിലേക്ക് വീഴാനായി തിരിഞ്ഞു. കിടക്കയിലെന്താണ്? ഒരു നനഞ്ഞ ചാക്കുകെട്ടോ? നോക്കി നിൽക്കുമ്പോൾ അതാ ചാക്കുകെട്ട് കുത്തനെ നിൽക്കുന്നു. ഭാർഗവൻ അന്തം വിട്ടുപോയി. നോക്കി നിൽക്കെ ചാക്കുകെട്ടിന്റെ 2 ദ്വാരങ്ങളിലൂടെ 2 കൈകൾ പുറത്തു വന്നു. അത് ഭാർഗവന്റെ നേരെ നീണ്ടു. അയാൾ ഞെട്ടി വിറച്ചു. ജസ്റ്റിന്റെ പ്രേതമായിരിക്കുമോ ഇത്? അനങ്ങാൻ പോലും കഴിയാതെ അയാൾ നിന്ന നിൽപ്പിൽ നിന്നുപോയി. അതാ ചാക്കുകെട്ടിന്റെ കെട്ടഴിയുന്നു. ഒരു തല ചാക്കിൽ നിന്ന് പൊന്തി വന്നു. കണ്ണും തുറിച്ചു നാക്കും നീട്ടി നിൽക്കുന്ന ജസ്റ്റിൻ. ഭാർഗവൻ പുറത്തേക്ക് ഓടി. വാതിൽ എത്ര വലിച്ചിട്ടും തുറക്കാൻ കഴിയുന്നില്ല. അയാൾ മുറിയോട് ചേർന്ന ബാത്റൂമിലേക്ക് ഓടി. ബാത്റൂം തുറന്നതും അയാൾ പിന്നോട്ട് തെറിച്ചു. അതിനകത്തു നിന്ന് ഒരു അസ്ഥികൂടം എഴുന്നേറ്റ് വരുന്നു. അയാൾ വിയർത്തു. വിളറി നിലവിളിക്കാൻ ഒച്ച പൊങ്ങുന്നില്ല. അസ്ഥിപഞ്ജരം പതുക്കെ പതുക്കെ അടുത്തു വരികയാണ്. ഭാർഗവൻ ബോധം കെട്ട് തറയിൽ വീണു. ചാക്കിൽ നിന്ന് ജസ്റ്റിൻ പുറത്തു ചാടി. അസ്ഥികൂടത്തിന്റെ ചിത്രമുള്ള ഉടുപ്പിൽ നിന്ന് കുഞ്ഞിരാമനും പുറത്തു വന്നു. അവർ പരസ്പരം നോക്കി. കുഞ്ഞിരാമൻ ഭാർഗവന്റെ മൂക്കിൽ കൈവച്ചു.
എന്നിട്ട് പറഞ്ഞു, ചത്തിട്ടില്ല, ജീവനുണ്ട്. ഇന്നത്തേക്കിത് മതിയോ? പോരാ, കലാപരിപാടി തുടരട്ടെ. എന്തോ ശബ്ദം കേട്ടു. ഇനി ഇവിടെ നിൽക്കണ്ട, പുറത്തു ചാടാം. അല്പനേരം കഴിഞ്ഞു ഭാർഗവന്റെ ഭാര്യ ചായയുമായി വന്നു. മുറിയിൽ കടന്ന് ചായ മേശപ്പുറത്ത് വച്ചു. ഭർത്താവ് മുറിയിലെങ്ങുമില്ല. ബാത്റൂമിൽ നോക്കി, അവിടെയുമില്ല. പിന്നെ എങ്ങോട്ട് പോയി? കട്ടിലിനടിയിൽ നോക്കാമെന്നു കരുതി. തിരിഞ്ഞപ്പോഴാണ് ഒരു ചാക്കുകെട്ട് കണ്ടത്. കട്ടിലിൽ ചാക്കുകെട്ടോ? ആകപ്പാട് സംശയമായി. ചാക്കിന്റെ കെട്ടഴിച്ചു നോക്കി. ആവൂ, അതിനകത്ത് തന്റെ ഭർത്താവാണ്. ചാക്കഴിച്ചു മാറ്റി. അയാൾ കിടക്കയിലേക്ക് വീണു. ശ്വാസമുണ്ട്, പക്ഷേ ബോധമില്ല. അവർ നിലവിളിച്ചു. മക്കളും ജോലിക്കാരും ഓടി വന്നു. വേഗം ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകണം, അവർ പറഞ്ഞു. ഡോക്ടറെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ? മൂത്ത മകൾ പറഞ്ഞു. അങ്ങോട്ട് കൊണ്ടുപോകാം, ഭാര്യ വീണ്ടും പറഞ്ഞു. തർക്കത്തിനിടയിൽ കോളിംഗ് ബെല്ലടിച്ചു. വേലക്കാരൻ വാതിൽ തുറന്നു. ഒരു ആംബുലൻസ് വന്നു നിൽക്കുന്നു. 2 ആസ്പത്രി ജോലിക്കാരും. ആംബുലൻസ് വന്നിട്ടുണ്ടെന്ന് കൊച്ചമ്മയോട് പറയൂ. വേലക്കാരൻ അകത്തേക്ക് പോയി വിവരം പറഞ്ഞു. വെള്ള വസ്ത്രമണിഞ്ഞ ജസ്റ്റിനും കുഞ്ഞിരാമനും തമ്മിൽ നോക്കി കണ്ണിറുക്കി. വേവലാതിപ്പെട്ട ആ സ്ത്രീ അവരെ അകത്തേക്ക് വിളിച്ചു. ആരാണ് ആംബുലൻസ് കൊണ്ടുവന്നതെന്ന് പോലും അവർ ആലോചിച്ചില്ല. ജസ്റ്റിനും കുഞ്ഞിരാമനും മുകളിലേക്ക് ചെന്നു. സ്ട്രെച്ചറിൽ ഭാർഗവനെ കിടത്തി. ആദ്യം ഭാര്യയും മക്കളും താഴേക്കിറങ്ങി. ഭാർഗവനെയും കൊണ്ട് വെള്ള വസ്ത്രക്കാരും കോണിപ്പടി ഇറങ്ങുകയായിരുന്നു. മുന്നിൽ കുഞ്ഞിരാമൻ ഇറങ്ങി. അവൻ ചരിവിനനുസരിച്ച് തൻ്റെ വശം പൊക്കിയില്ല. ജസ്റ്റിൻ താഴ്ത്തിയതുമില്ല. താഴെ എത്താറായപ്പോൾ ഭാർഗവന്റെ കഷണ്ടിത്തല കുഞ്ഞിരാമന്റെ നടുപ്പുറത്ത് ചെന്നിടിച്ചു. അവൻ അയ്യോ എന്ന് നിലവിളിച്ചു മുമ്പോട്ട് വീണു. സ്ട്രെച്ചറും താഴെ വീണു പോയി. ഭാർഗവന്റെ തല തറയിൽ, കാല് സ്ട്രെച്ചറിൽ മേലെയും. ഭാർഗവൻ ശീർഷാസനത്തിലായി. ശബ്ദം കേട്ട് ഭാര്യ തിരിഞ്ഞു നോക്കി. തലകുത്തി നിൽക്കുന്ന ഭർത്താവിനെ കണ്ട് മുറവിളി കൂട്ടി. കുഞ്ഞിരാമൻ നടുവ് തടവുകയായിരുന്നു. ആ സ്ത്രീ കുഞ്ഞിരാമനെ സഹായിച്ചു. കുഞ്ഞിരാമൻ വീണ്ടും ഭാരം എടുത്തു പൊക്കി. വീഴ്ചയിൽ ഭാർഗവന് ബോധം വന്നു. വീണ്ടും എടുത്തപ്പോഴേ കണ്ണു തുറക്കാനായുള്ളൂ. ആരോ തന്നെ എടുത്തുകൊണ്ടു പോവുകയാണ്. സ്ട്രെച്ചറിലാണ് യാത്ര. 2 ആസ്പത്രി ജോലിക്കാർ ഇരുതലയും പിടിച്ചിരിക്കുന്നു. തനിക്ക് രോഗമൊന്നുമില്ലല്ലോ. അയാൾ തലപൊക്കി. പിന്നിലുള്ള വെള്ളക്കുപ്പായക്കാരോട് നിൽക്കണമെന്ന് പറയാൻ വാ പിളർന്നു. പക്ഷേ പിളർന്ന വായ അടക്കാൻ കഴിഞ്ഞില്ല. സ്ട്രെച്ചറും പിടിച്ചു നിൽക്കുന്നത് ജസ്റ്റിനാണ്. അയാൾക്ക് വീണ്ടും ബോധം നശിച്ചു. ടപ്പോന്ന് സ്ട്രെച്ചറിൽ വീണു.